ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ചിക്കൻ ചീസി ബ്രെഡ് ബോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കഷ്ണം കാബേജ്, ക്യാപ്സിക്കം, ഒരു പകുതി ടൊമാറ്റോ, ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം കുക്കുംബർ, പിന്നെ ഒരു ചെറിയ സൈസ് വെല്ലുള്ളി, പിന്നെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ, പിന്നെ ചീസ്, പിന്നെ ബ്രെഡ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ, ചീസ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് മൊസറല്ല ചീസാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ എടുത്തത് നോർമൽ ചീസാണ്. 1.5 ടീസ്പൂൺ കുരുമുളക്, ഒരു 1.5 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സ്, ആവശ്യത്തിന് ഉപ്പ്, ഹാഫ് ലെമൺ ജ്യൂസ്, മയണൈസൊക്കെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിന് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചേർക്കാം. അധികം ലൂസായി പോകരുതെന്ന് മാത്രം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അത് കിട്ടേണ്ടത്. നമുക്ക് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ്സ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ അതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തതിന് ശേഷം എടുത്തതാണ്. ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തതിന് ശേഷം വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് പിന്നെ ആ വെള്ളം നല്ലോണം കളയാം. ഒരു സ്പൂണ് ഈ ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് നല്ലോണം കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കിയെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു കോഴിമുട്ടയും ഒരു കപ്പ് മൈദയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് വെള്ളവും ചേർത്ത് അടിച്ചെടുത്ത ബാറ്ററാണിത്. ഇനി ഇത് ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതിൽ മുക്കിയെടുത്തിട്ട് ഇത് കോൺഫ്ലെക്സ് പൊടിച്ചെടുത്താണ് കേട്ടോ. അതിലും കൂടി കവർ ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. അതാ ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചീസി ചിക്കൻ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.